ഹായ്, ഐ വിൽസൺ പറീസ്. സ്വിംഗ് വിത്ത് നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൗണ്ടി ടിപ്പററിയിലാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ടിപ്പററി ടൗണിലൂടെയാണ്. നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത് സെൻറ്റ് പാട്രിക്സ് വെല്ലും പിന്നെ ഗ്ലെൻ ഓഫ് അഹൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രകൃതി രമണീയമായൊരു സ്ഥലം കൂടിയാണ് നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സെൻറ്റ് പാട്രിക്സ് വെല്ലിനെ കുറിച്ച് പറഞ്ഞാൽ, സെൻറ്റ് പാട്രിക്സ് വെല്ല് ഒരു പിൽഗ്രിമേജ് പ്ലേസാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ്. സെൻറ്റ് പാട്രിക്സ് വെല്ലുള്ളത് കൗണ്ടി ടിപ്പററിയിലെ ക്ലോൺമിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാർഫീൽഡ് വില്ലേജ് ഉണ്ട്. ആ വില്ലേജിലാണ് ഈ സെൻറ്റ് പാട്രിക്സ് വെല്ലുള്ളത്. സെയിൻറ്റ് പാട്രിക്സ് അയർലൻഡിലുടനീളം മിഷനറി പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ നടക്കുമ്പോൾ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതൊരു ഹോളി വെല്ലായിട്ടാണ് അറിയപ്പെടുന്നത്. അതിലെ വെള്ളത്തിന് വളരെയധികം ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ആ വെല്ലിലെ വെള്ളത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ടെന്നാണ് പറയുന്നത്. സ്കിൻ ഡിസീസുകൾ മാറാനും പിന്നെ കണ്ണിൻ്റെ കാഴ്ചകൾ വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. അത് ഉപയോഗിച്ചിട്ട് രോഗങ്ങൾ മാറിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. അങ്ങനെയുള്ളൊരു അത്ഭുതങ്ങൾ നിറഞ്ഞ സെൻറ്റ് പാട്രിക്സ് വെല്ല് കാണാനായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം അവിടെ എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ കാണുന്നതാണ് വെല്ലിൻ്റെയും വെല്ലിനോട് ചേർന്നിട്ടുള്ള പോണ്ടിൻ്റെയും ഒക്കെ ദൂരം എന്നുള്ളൊരു ദൃശ്യമാണ് ആ കാണുന്നത്. നമ്മൾ കുറേയധികം സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം ഇത് അങ്ങോട്ട് എത്താനായിട്ട്. റൈറ്റ് സൈഡിലായിട്ട് സെൻറ്റ് പാട്രിക്സിൻ്റെ ഒരു ഗ്രോട്ടോ കാണാം. നമുക്ക് ഈ പോണ്ടിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ചെറിയ ചെറിയ ഉറവുകൾ വരുന്നത് കാണാം. ചെറിയ ചെറിയ കുമിളകളായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടോ. ഇത് ശുദ്ധമായ സ്പ്രിംഗ് വാട്ടറാണിത്. ഇതിൽ പലതരത്തിലുള്ള മിനറലുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ മിനറൽസ് തന്നെയായിരിക്കണം പലതരത്തിലുള്ള അസുഖങ്ങളെ ക്യൂർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അയർലൻഡിൽ അധികം കിണറുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അയർലൻഡിൽ ഇങ്ങനെ അപൂർവമായിട്ടുള്ള കിണറുകളെ കാണാൻ കഴിയുള്ളൂ. ഇത് അയർലൻഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഹോളി വെല്ലാണിത്. ഈ വെല്ലിന് ചുറ്റും ഒരുപാട് വലിയ മലകളും കുന്നുകളൊക്കെയാണ്. ഇത് നമുക്ക് ഫീൽ ചെയ്യാൻ വലിയൊരു കാടിന് നടുക്ക് നിൽക്കുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഈ വെല്ലിലേക്ക് വളരെ ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. ഈ വെല്ലിനോട് ചേർന്ന് തന്നെ 17th സെഞ്ച്വറിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ചർച്ചിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഏകദേശം ചില ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞ് വീഴാറായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പോണ്ടിലേക്ക് നോക്കുമ്പോൾ വളരെ ശാന്തമായി കിടക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഈ പോണ്ടിൻ്റെ എതിർവശത്തേക്ക് നോക്കുമ്പോഴാണ് വളരെ ഫോഴ്സിലാണ് ആ വെള്ളം വരുന്നത് കാണാം. ഈ പോണ്ട് കണ്ടോ, വളരെ ശാന്തമായിട്ടല്ലേ കിടക്കുന്നത്. പോണ്ടിൻ്റെ എതിർവശത്തേക്ക് നോക്കുമ്പോൾ വളരെ ഫോഴ്സിൽ വെള്ളം പോകുന്നത് പോലെ നമുക്ക് തോന്നും. ഇവിടുത്തെ അന്തരീക്ഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ. എന്തായാലും നിങ്ങൾ ടിപ്പററി വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ഈ സെൻറ്റ് പാട്രിക്സ് വെല്ല് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങൾക്കും അനുഭവിക്കാം ഈ ശാന്തത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കിൻ ഡിസീസൊക്കെ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരു ഫാമിലി വന്നിട്ട് വെള്ളത്തിൽ കാലൊക്കെ മുക്കിയിരിക്കുന്നുണ്ട്. ഞങ്ങളും കുറച്ച് നേരം കാലൊക്കെ മുക്കിയിരുന്നു. നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ ഈ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇനി പോകുന്നത് ഗ്ലെൻ ഓഫ് അഹൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അത് വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ ഈ മലയുടെ മുകളിലെത്തുമ്പോൾ ഹെയിൽ ക്രേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാച്ചു കാണാം. ഈ മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂസ് വളരെയധികം ഭംഗിയുള്ളതാണ്.
അങ്ങ് ദൂരേക്ക് നോക്കി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആ കാണുന്നത് ഗാൽറ്റി മൗണ്ടൻസ് ആണ്. ഗാൽറ്റി മൗണ്ടൻസിൻ്റെ താഴ്വരയിൽ നമുക്ക് ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ക്യാമ്പ് ചെയ്യാനുള്ള തയ്യാറെടുപ്പോട് കൂടി വന്നാലും നമുക്ക് അവിടെ ക്യാമ്പ് ചെയ്യാൻ സാധിക്കും. കൗണ്ടി ടിപ്പററിയിലെ കാഴ്ചകൾ ഞങ്ങളുടെ അവസാനിപ്പിക്കുകയാണ്. സെൻറ്റ് പാട്രിക്സ് വെല്ലും ഈ പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അയർലൻഡിൻ്റെ ഒരു അറ്റത്ത് കിടക്കുന്ന കൗണ്ടി സ്ലൈഗോയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.